അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 57 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് 58ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. തജ്വീദ് നിയമം ഒന്ന് നോക്കാം ട്ടോ. സലാമുൻ, ഇവിടെ മീമിന്റെ മുകളിൽ 2 ലൊമ്മ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ സലാമുൻ എന്ന് വ്യക്തമാക്കി ഓതാൻ കഴിയില്ല, കാരണം 2 ലൊമ്മ വന്നിരിക്കുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെയാണ്, വിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ ഓതും? സലാമുൻ, മുൻ എന്ന് പറയാതെ മറച്ചു പിടിച്ചു പറയും. സലാമുൻ. ഓക്കെ. ഖൗല, ഖൗല, ഖ നമ്മൾ പഠിച്ചതാണ്. നാവിന്റെ മൊരട് ഭാഗത്തു നിന്ന് വരുന്ന ലെറ്റർ ആണ് ഖ. ഓക്കെ. ഖൗലമ്മി, ഖൗലമ്മി. തൻവീനു ശേഷം മീമു വന്നാൽ നമ്മൾ പല ആയത്തുകളിലും പഠിച്ചു അല്ലേ. തൻവീനു ശേഷം 2 ഫത്ഹ 2 കിസ്റ 2 ലമ്മ, ഇതിനു ശേഷം മീമു വന്നാൽ നമ്മൾ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഖൗലമ്മി. ഓക്കെ. അടുത്തത് മിർ റബ്ബി. നോക്കൂ, നൂന്റെ മുകളിൽ സുക്കൂനില്ല, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മിൻ എന്ന് ഓതില്ല അല്ലെ. മിൻ എന്ന് ഓതില്ല, മ എന്നേ ഓതുള്ളൂ. ഓക്കെ. ആ നൂനിനെ റോയിലേക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതും, പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചതാണ് നൂനിന് ശേഷം ലാമ് റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ മണിക്കാൻ പാടില്ല, പക്ഷേ കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ ഓതും? മിർറ, മിർറ. ഓക്കെ. മിർ റബ്ബിൽ, മിർ റബ്ബി, റബ്ബിലില്ല കേട്ടോ, റബ്ബി, മിർ റബ്ബി. ദഇന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. റബ്ബിർ റഹീം. നോക്കൂ, റബ്ബിർ റഹീം. തൻവീനു ശേഷം റ വന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല കേട്ടോ. റബ്ബിർ റഹീം. ഓക്കെ. ഇവിടെ നന്നായിട്ട് നീട്ടി ഓതി നിർത്താട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 59ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസു, ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതുകയാണ് ചെയ്യുന്നത്. വം, നേരെ മീമിനെ വാവിനെ മീമിലേക്ക് കൊണ്ടുവന്നു അല്ലേ. വംതാസു. വം, മീമിനൊക്കെ ഹാഫ് സുക്കൂനെ കൊടുക്കേണ്ടത് കേട്ടോ. വന്ന് ഫുള്ളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. വം, വം അത്രയും മതി. കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമാണ് ഫുൾ സുക്കൂൻ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. വംതാസുൽ, താൻ്റെ ഉള്ളിൽ അലിഫ് ഉണ്ട്, അലിഫ് മദ് ഉണ്ട്, അവിടെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കണേ. വംതാസുൽ. ഇവിടെ നോക്കൂ, സ കഴിഞ്ഞിട്ട് വാവ് മദ് വന്നിട്ടുണ്ട്, അവിടെ നീട്ടാൻ പാടില്ല, നീട്ടി ഓതാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ, നീട്ടുന്ന ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ നീട്ടി ഓതില്ല, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ അവിടെ കൂട്ടിച്ചേർത്ത് ഓതി പോകണം കേട്ടോ. ഇവിടെ നടുക്കൊരാൾ വന്നിട്ടുണ്ട്, ഒരു അലിഫ്, മുകളിൽ സുക്കൂന്, ഇതിന് നടുക്ക് വരുമ്പോൾ ശബ്ദമില്ല കേട്ടോ. വംതാസുൽ യൗമ അയ്യുഹൽ, അയ്യു, യാൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ച് കൊടുക്കുക കേട്ടോ. അയ്യുഹൽ. ഇവിടെ ഹാന നീട്ടാനുണ്ട്, പക്ഷെ നമ്മൾ നീട്ടില്ല, കാരണം ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ നീട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം എങ്ങനെ ഓതും? അയ്യുഹൽ മുജ്രിമൂൻ. മുജ്, ജീമിന്റെ മുകളിൽ സുക്കൂനുണ്ട്, ഫുള്ള് സുക്കൂന് കൊടുക്കണം. കാരണം എന്താ? ജീമ് കൽക്കലയുടെ ലെറ്റർ ആണ്, കൽക്കലയുടെ ലെറ്റേഴ്സിന് ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. മുജ്രിമൂൻ, നന്നായിട്ട് നീട്ടി നിർത്തുക കേട്ടോ. 2 അല്ലെങ്കിൽ 6 ഹറക്കത്തിന്റെ അളവിൽ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് 60ാമത്തെ ആയത്ത്. അലം അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഓക്കെ. തജ്വീദ് നിയമം നോക്കാം. അലം അഹദ്, അലം മീമിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. അലം. ഓക്കെ. അഹദ്,
ആ. ആയിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആ അഹദ്. ദാലിൻ്റെ മുകളിൽ സുക്കൂന് വന്നാലോ ഫുൾ സുക്കൂന് കൊടുക്കും. കൽക്കലയുടെ ലെറ്റർ ആണ് അല്ലേ. ദ് എന്ന് ഓതി കൊടുക്കണം. അഹദ്. ഇലൈക്കും. ഇലൈക്കും. മീമിന് സുക്കൂന് കൊടുക്കുമ്പോൾ വ്യക്തമാക്കണം കേട്ടോ. വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഇലൈ. യന് സുക്കൂന് കൊടുക്കുമ്പോഴോ അവിടെ നമ്മൾ ഹഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ. മീമിനൊക്കെ ഹഫ് സുക്കൂനെ കൊടുക്കുന്നുള്ളൂ. കൽക്കലയുടെ ലെറ്റേഴ്സ് ആയ ദാല് പോലെയുള്ള അക്ഷരങ്ങൾക്ക് മാത്രമാണ് ഫുൾ സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇലൈക്കും യബനി. യബനി. യാൻ്റെ ഉള്ളിൽ അലിഫുണ്ട്. രണ്ടനക്ക നീട്ടി കൊടുക്കുക കേട്ടോ. യബനി. ഇവിടെ നോക്കൂ മദ് വന്നിട്ടുണ്ട് അല്ലേ. യബനി ആദമ. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു ഇതിനൊരു പേരുണ്ട്, മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ ഒറ്റ പദത്തിലല്ലാണ്ട് മറ്റൊരു പദത്തിൽ ഹംസ വരികയാണെങ്കിൽ അവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. യബനി ആദമ. യബനി ആദമ. ആൻ്റെ കൂടെ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. സാധാരണ മദ്ദാണ്. ആദമ അല്ല. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. നമ്മൾ ഫുൾ അപ്പോൾ നമ്മൾ അൻ എന്ന് ഓതില്ല അല്ലേ. എങ്ങനെ ഓതും? നൂനിന് ശേഷം ലാമാണ് വന്നിരിക്കുന്നത്. ലാമു വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. അല്ല. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 അനക്കം നീട്ടി കൊടുക്കണേ. അല്ല. തഅബുദു. ത. ഇവിടെ ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ത. തഅബുദു ശൈത്താൻ. തഅബുദു. ഇവിടെ നീട്ടാനുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ നീട്ടി ഓതില്ല, കൂട്ടിച്ചേർത്ത് ഓതും. ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഓതും? തഅബുദു ശൈത്താൻ. ഷീൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. 2 അനക്ക എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ഷെയ്ത്തോൻ. ഷെയ്ത്തോൻ. തോ എന്നുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ്. അപ്പോൾ തോ. ഷെയ്ത്തോൻ. 2 അനക്കം നീട്ടുക കേട്ടോ. നമുക്കിവിടെ നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ. അപ്പോൾ കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ ഷെയ്ത്തോന ഇന്നഹു എന്നിങ്ങനെ പോകട്ടോ. ഓക്കെ. ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതിപ്പോണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം. ഇന്നഹു. നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് തന്നെ മണിച്ചു കൊടുക്കുക കേട്ടോ. ഇന്നഹു. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഹന് ശേഷം ഒരു കുഞ്ഞു വാവു വന്നാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ. ലക്കും. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അദുവ്വും. വാവിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, വാവിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. അദുവ്വും. തൻവീന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതൂലേ. അദുവ്വും മുബീൻ. അത് ആരിദ്. നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. 61-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വഅനിഅ്ബുദൂനി. ഹംസത്തുൽ വസ്ൽ അല്ലേ. ഹംസത്തുൽ വസ്ൽ ആയത്തിൻ്റെ നടുക്ക് വന്നാൽ അതിന് ശബ്ദം ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. വഅനി. അപ്പം എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതും. വഅനി. അയിനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, അവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കൽക്കലയുടെ ലെറ്റർ അല്ല ഐൻ, അതുകൊണ്ട് തന്നെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. വഅനിഅ്ബുദൂനി. ഇവിടെ ദാലിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ദൂ. നീ. നീ എന്ന് പറയുമ്പോൾ നൂനിൻ്റെ കൂടെ യാ മദ്ദും വന്നിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ മദ്ദുകളാണ്. 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ജീമുണ്ട്. നമുക്കിവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. ചെറിയ ആയത്തായത് കാരണം നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതൂ അല്ലേ. നിർത്തണമെങ്കിൽ നിർത്താവുന്നതാണ്. ചേർത്ത് ഓതി പോകുമ്പം
وأن اعبدوني هذا صراط مستقيم അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാവുന്നതാണ് കേട്ടോ. ഹദ ഹദ ഇവിടെ നോക്കൂ, ഇവിടെയൊക്കെ വന്നിട്ടുള്ള അലിഫ് മദ്ദുകൾ നോക്കൂ, ഇതൊക്കെ സാധാരണ മദ്ദുകളാണ്. 2 അനക്കം മാത്രം നീട്ടി ഓതാവുന്ന സാധാരണ മദ്ദുകൾ. ഹദ സിറാത്തും മുസ്തഖീം. ന്റെ മുകളിൽ 2 തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത് അല്ലേ. തെൻവീന് ശേഷം മീമ് വന്നാൽ നമ്മളിതാ ഇവിടെയൊക്കെ പഠിച്ചതാണ് അല്ലേ. തെൻവീൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫത്ഹ 2 കസറ 2 ലൊമ്മ, ഇതാണ് തെൻവീൻ. തെൻവീന് ശേഷം മീമ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എങ്ങനെ ഓതും? സിറാത്തും മുസ്തഖീം, സിറാത്തും എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. സീൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ഓതിയാൽ മതി കേട്ടോ. മുസ്തഖീം. ഖാഫിനെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാവിൻ്റെ മുരട് ഭാഗം ഓക്കെ അവിടെ നിന്നും വരണം. ഖാഫു എന്ന് പറയുമ്പോൾ മുസ്തഖീം. ഓക്കെ, നീട്ടി ഓതുക കേട്ടോ. അവിടെ 62-ാമത്തെ ആയത്ത് വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വലഖദ് ദാലിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ദാലിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ ദാല് കൽക്കലയുടെ ലെറ്ററാണ്, കൽക്കലയുടെ ലെറ്ററാണ് ദാൽ. അപ്പോൾ ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം കേട്ടോ. വലഖദ് അദല്ല, ദ്വാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വാദ്. ഓക്കെ, അപ്പം ഉയർത്തിയിട്ട് തന്നെ പറയണം കേട്ടോ. അദല്ല. ഓക്കെ, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് കൊടുക്കണം കേട്ടോ. ല. മിൻകും നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. അപ്പം നമ്മളവിടെ മിൻകും എന്ന് ഓതില്ല. അവിടെ നൂനെ വ്യക്തമാക്കാതെ മിൻ എന്നോതാതെ എന്ന് മറച്ചു പിടിച്ചിട്ട് മണിച്ചോതും. ഓക്കെ, മിൻകും മീമിനെ ഇവിടെ വ്യക്തമാക്കണം കേട്ടോ. ഇവിടെ ഒരു മണിക്കൽ സംഭവിക്കാൻ പാടില്ല. കും എന്ന് ചില ആളുകൾ ഓതുമ്പോൾ കും എന്നായി പോവും, അങ്ങനെ ആവരുത് കേട്ടോ. മിൻകും ജിബില്ലൻ അങ്ങനെ ഓതിപ്പോണേ. ജിബില്ലൻ. ഇവിടെ നോക്കൂ, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക, കട്ടി കൂട്ടി കൊടുക്കുക. ലൻ ലെൻ എന്ന് ഓതില്ല, 2 ഫത്ഹ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെൻ എന്ന് ഓതില്ല. ലൻ ലൻ ലെൻ എന്ന് വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോതും. ലൻ. ഓക്കെ, ജിബില്ലൻ കസീറോ. ഇവിടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കസീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ്. പിന്നെ കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാം. കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ നിർത്തി ഓതുകയാണ് കസീറോ എന്ന് പറഞ്ഞ് 2 ഹർക്കത്ത് ഇവിടെ നീട്ടി ഓതി നിർത്താവുന്നതാണ്. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ കസീറൻ അഫലം തകൂനു. കസീറൻ ഇവിടെ കസീറൻ എന്ന് വരും. അപ്പോൾ റൻ എന്നുള്ളത് അവിടെ 2 ഫത്ഹ ഒരുമിച്ച് വരുമ്പോൾ നൂൻ്റെ ശബ്ദം വ്യക്തമായിട്ട് വെളിവാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കസീറൻ റൻ എന്നുള്ള ആ ഒരു നൂൻ്റെ ശബ്ദം കറക്റ്റായിട്ട് ഇവിടെ വരണം കേട്ടോ. കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. തകൂനു ഇവിടെയൊക്കെ 2 അനക്കം നീട്ടി ഓതേണ്ട വാവ് മദ്ദാണ് വന്നിട്ടുള്ളത് കേട്ടോ. തകൂനു. ഇവിടെ പിന്നെ അലിഫുണ്ട്, അലിഫിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഇതിന് ആയത്തിൻ്റെ നടുക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശബ്ദമൊന്നുമില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. തകൂനു തഅഖിലൂൻ. ഐനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, അവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തഅഖിലൂൻ. ഖൈ ശ്രദ്ധിക്കണേ, നാവിൻ്റെ മുരട് ഭാഗം. തഅഖിലൂൻ നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. മദ് ആരിളാണ്. 63-ാമത്തെ ആയത്ത്
ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഹാന്റെ കൂടെ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക. ഇവിടെ ഹീന്റെ ശേഷം ഒരു ചിഹ്നം അല്ലെ, ഇങ്ങനെ ഒരു ചിഹ്നം. ഇത് രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കുക. ഹാദിഹി ജഹന്ന. നൂന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. നൂനിന്റെയും മീമിന്റെയും മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ച് ഓതി കൊടുക്കണം കേട്ടോ. ജഹന്ന ജഹന്നമുല്ലതി. നോക്കൂ, ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നു. അപ്പൊ അവിടെ ശബ്ദമില്ലല്ലോ ഹംസത്തുൽ വസ്ലിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ മീമിനെ ലാമിലേക്ക് അങ്ങ് ചേർത്ത് ഓതി അല്ലേ. ജഹന്നമുല്ലതി. ഓക്കെ. ഇവിടെ തീ എന്ന് പറയുമ്പോൾ താൻ്റെ കൂടെ ഒരു യാമദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. തീ. കുന്തും നമ്മൾ പഠിച്ചതാണ് അല്ലേ. നൂന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടില്ലെങ്കിൽ അവിടെ കുൻതും എന്ന് ഓതരുത്, കുന്തും എന്ന് ഓതണം കേട്ടോ. തുഅദൂൻ. ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. തുഅദൂൻ. നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.